നമസ്കാരം. ജൂൽ ജംഗ്ഷൻ ഒബ്ജക്ഷൻ ഓവർ റൂളിലേക്ക് ഏവർക്കും സ്വാഗതം. റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ശ്രീ പ്രേംനാഥുമായി നടനും ഡോക്യുമെൻ്ററി ഡയറക്ടറുമായ ശ്രീ ബിജു നെട്ര നടത്തിയ അഭിമുഖത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നിയമങ്ങളെപ്പറ്റിയും നിയമവശങ്ങളെപ്പറ്റിയും കോടതിയെപ്പറ്റിയുമൊക്കെ സാധാരണക്കാർക്ക് നിരവധി സംശയങ്ങളുണ്ട്. നിയമപരമായി നിങ്ങൾക്കുണ്ടായേക്കാവുന്ന ഇത്തരം സംശയങ്ങൾ ഞങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ ദൂരീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് എഴുതി അറിയിക്കുകയോ അല്ലെങ്കിൽ വോയിസ് ക്ലിപ്പായി ഇടുകയോ ചെയ്താൽ ഈ മേഖലയിലെ വിദഗ്ധരുമായി അത് ചർച്ച ചെയ്ത് അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ ലഭിക്കുന്നതായിരിക്കും. കോടതിപരമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾ, അത് സിവിലോ ക്രിമിനലോ എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക. വരുന്ന ആഴ്ചകളിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ ഈ ഒരു പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക. ശ്രീ പ്രേംനാഥുമായി നടത്തിയ അഭിമുഖത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമുക്ക് ഇത്ര വർഷങ്ങളായി അല്ലേ? ഒരു നൂറ്റാണ്ട് അടുക്കാറാവുന്നു നമ്മുടെ സ്വാതന്ത്ര്യത്തിന് അല്ലേ? 70-75 കൊല്ലമായി, 80 കൊല്ലത്തിനടുത്താകുന്നു. അപ്പം നമുക്ക് ഇത്രയും കാലമായിട്ട് ഇതൊക്കെ നിയമങ്ങളിലൂടെ ഉണ്ടെങ്കിൽ പോലും ക്രമേണ ഗ്രാജുവലായിട്ടാണ് നമ്മൾ വളർന്നത്. എങ്കിൽ പോലും ഇത് ഇപ്പം സാറ് പറഞ്ഞ അത്രയും കാര്യങ്ങൾ ആ ഘട്ടവും കഴിഞ്ഞിട്ടും നമുക്ക് നീതി ലഭിക്കുന്നില്ല എങ്കിൽ എന്താ ചെയ്യുക? അതല്ലെങ്കിൽ ഞാൻ എൻ്റെ മറ്റൊരു ചോദ്യം, ഇത് എത്രത്തോളം എഫക്റ്റീവായിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്? ഈ രീതിയിലുള്ള പരാതികൾ കോടതി മുഖേന നടക്കുന്ന കേസുകൾ, ഒരിക്കൽ പോലീസുകാരും എല്ലാം തള്ളിക്കളഞ്ഞ കേസുകളുടെ എത്രത്തോളം അത് വിജയകരമായി വന്നിട്ടുണ്ടെന്ന് സാറിന്റെ അനുഭവത്തിൽ എന്ന് പറയാമോ? അങ്ങനെയുള്ള കേസ് ഉദാഹരണ സഹിതം പറയാമോ? വളരെ നല്ലൊരു ചോദ്യമാണത്. ഉദാഹരണത്തിന് ഏറ്റവും എൻ്റെ നാട്ടിൽ തന്നെ നടന്ന വാളയാറിലെ ഒരു കേസാണ്. വാളയാറിലെ 2 കുട്ടികൾ ആത്മഹത്യ ചെയ്ത കേസ്. ആ 2 കുട്ടികൾ ആത്മഹത്യ ചെയ്ത കേസ് പല രാഷ്ട്രീയ ഇടപെടലുകളും പലതും കാരണം പോലീസിന്റെ അന്വേഷണം വളരെ മോശമായ രീതിയിലൊക്കെ നടന്നു. പിന്നീട് കോടതിയിൽ കുറ്റപത്രം കൊടുത്തു. പ്രതികളെല്ലാം വെറുതെ വിട്ടു. ഈ പ്രതികളെല്ലാം വെറുതെ വിട്ടു. കേരളത്തിലെ സമൂഹം ആകെ സ്തംഭിച്ചു. ഇങ്ങനൊരു വലിയൊരു ഇഷ്യൂ നടന്ന 2 പെൺകുട്ടികൾ ഒരാഴ്ചക്കുള്ളിൽ മരിക്കുക, പിന്നീട് അവരുടെ പ്രതികളെ വെറുതെ വിടുക എന്ന് പറഞ്ഞാൽ അതില് പിന്നീട് ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തു. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. ഹൈക്കോടതി അത് വളരെയധികം ആലോചിച്ച് പറഞ്ഞു. ഹൈക്കോടതി പറഞ്ഞു ഇതിന്റെ അന്വേഷണം തൃപ്തികരമല്ലാതെ പറഞ്ഞു. അന്വേഷണം CBI ഏൽപ്പിക്കാനും റീഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനും പറഞ്ഞു. ആദ്യം തന്നെ കേസ് റീട്രയൽ ചെയ്യാൻ പറഞ്ഞു. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കേസ് റീഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് റീട്രയൽ ചെയ്യാനായിട്ട് ഉത്തരവാകുന്നതായിട്ട്. അപ്പോൾ കോടതികളും പ്രത്യേകിച്ച് ഹൈക്കോടതിയൊക്കെ ഈ കാര്യങ്ങൾ, സുപ്രീം കോടതിയൊക്കെ വളരെയധികം മുന്നോട്ട് ഇറങ്ങുന്നുണ്ട്, വളരെയധികം. പക്ഷെ സാധാരണക്കാരന് പലപ്പോഴും നിയമത്തിനുള്ള അറിവില്ലായ്മ കാരണം ഇത് അറിവില്ലായ്മ അല്ലല്ലോ, ഇത് മറ്റുള്ള ആളുകൾ ബോധപൂർവം അവരത് മാറ്റി കളയിക്കുകയല്ലേ. സാധാരണക്കാരന്റെ വേറില്ലായ്മ അല്ലല്ലോ ഈ കേസുകളെല്ലാം തേജമാണ്. അല്ല, സാധാരണക്കാരന് പോലീസുകാരൻ ഇത്രയും ഈ ശക്തമായിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ പോകുന്നു, പിന്നെ അടുത്ത കോടതിയിലും പോകുന്നു, അവന്റെ പൈസയും സാമ്പത്തികവും എല്ലാം മുടക്കി, സമയം മുടക്കി. എന്നിട്ടും അതിനെ അധികാര രംഗത്തുള്ള ആളുകൾ മാറ്റി കളയുക എന്ന് പറയുമ്പോ പിന്നെ ഇയാൾക്ക് അതിനുള്ള ശക്തി കാണത്തില്ലല്ലോ സ്വാഭാവികമായിട്ട്. അതാണ് എന്റെ ചോദ്യം. ശരിയാണ്. കേരള സമൂഹത്തിൽ വരുന്ന ഏറ്റവും നേരിടുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇതുപോലെ വിക്ടിംസിന്റെ കൂടെ നിൽക്കാൻ അല്ലെങ്കിൽ ഇരകളോടൊപ്പം നിൽക്കാനായിട്ട് പലരും ഇല്ല. പലരും വേട്ടക്കാരോടൊപ്പമാണ്. ഇരകളോടൊപ്പമാണെന്ന് അഭിനയിക്കുകയും നടത്താൻ വേട്ടക്കാരാണ്. പ്രത്യേകിച്ച് മാധ്യമങ്ങള് 2 തരത്തിൽ ഇടപെടുന്നുണ്ടെന്ന അഭിപ്രായമുണ്ട്. ഇപ്പോ രാഷ്ട്രീയക്കാര് 2 മുഖം ഉണ്ടെന്നുള്ള അഭിപ്രായം. വിരകളോട് സംസാരിക്കുന്ന കണക്കല്ല, അവര് പ്രതികളായ ആളുകളെ സംരക്ഷിക്കുന്നതിന് മുന്നിൽ നിൽക്കുന്നവരാണെന്ന് നമ്മളിതൊക്കെ കാണുന്നവരാണ്. അരിയാഹാരം കഴിക്കുന്ന ആളുകളായാൽ നമുക്കിതൊക്കെ നന്നായിട്ട് അറിയാം, ജഡ്ജിമാർക്കും അറിയാം. ഞാൻ ചോദിക്കുന്ന ആ ചോദ്യമാണ് സാറിനോട്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഇത്രയും കാലമായിട്ടും നമുക്ക് യഥാർത്ഥ നീതി കിട്ടുന്നില്ല ഈ ജനാധിപത്യത്തിൽ പോലും, നമ്മളെ ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും. അപ്പൊ അതിന് ഇനി കാത്തിരിക്കേണ്ടി വരുമെന്നൊക്കെയാണ് എന്റെ സംശയം. ശരിയാണ്, വളരെ ശരിയാണ്. പക്ഷെ നിയമം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും ഒരു പേടിയോടുകൂടെ നോക്കുന്നത്. നിയമത്തിന് വക്കീലന്മാരെയാണെങ്കിലും ജഡ്ജിമാരെയാണെങ്കിലും കോടതിക്കെതിരെ ഒരു വാക്ക് പറയാൻ പോലും എല്ലാവർക്കും പേടിയാണ്. അവിടെ തന്നെ കോടതി ഇലക്ഷൻ വരുമോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അന്വേഷണം ശരിയല്ലാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പല കേസുകളിലും ഉള്ളിൽപ്പെടുന്ന ഒരു പേടിയാണ്. പക്ഷെ നിയമത്തെക്കുറിച്ച് അറിവില്ലായ്മ അല്ലെങ്കിൽ നിയമത്തെക്കുറിച്ച് അറിവ് പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാർ പറഞ്ഞു കൊടുക്കാത്ത അറിയാത്തതിനാണ്.
വളരെ ചെറിയൊരു ഉദാഹരണം പറയും. സാധാരണ ഞാൻ ഏത് ക്ലാസ്സുകൾ എടുക്കുമ്പോഴും പെൺകുട്ടികളോട് ചോദ്യം ചോദിക്കാറുണ്ട്. ഒരു കുറ്റകൃത്യം നിങ്ങൾ നേരിട്ട് കണ്ടാൽ, ഒരു പുരുഷൻ സ്ത്രീയെ കുത്തുന്നത് നിങ്ങൾ നേരിട്ട് കണ്ടാൽ നിങ്ങൾ അത് പോലീസിൽ അറിയിക്കുമോ? ആ പോലീസിൽ നിങ്ങൾ അറിയിക്കുമോ? പോലീസ് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ പല കുട്ടികളും ഇന്ന് കേരളത്തിലെ പല കുട്ടികളും പറയും ഞങ്ങൾ പോവും, ഞങ്ങൾ 1-2 കുട്ടികൾ അതിൽ പറയും ഞങ്ങൾ പോവും പറയും. പക്ഷെ ഭൂരിപക്ഷം കുട്ടികൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോവുക എന്ന് പറയാൻ പേടിയാണ്. അപ്പൊ അവർ പറയും ഞങ്ങൾ അറിയിക്കില്ല, ഞങ്ങൾ ആരെങ്കിലും അറിയിക്കും, പല ബന്ധുക്കളെ അറിയിക്കും, ഞങ്ങൾ കണ്ടു എന്ന് ഒരിക്കലും പറയില്ല. എന്താണ്? പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള പേടിയാണ്. ഈ ക്രിമിനൽ നടപടി നിയമം എന്ന് പറഞ്ഞാൽ ഏകദേശം 150 വർഷങ്ങൾക്ക് മുമ്പ് വന്ന നിയമമാണ്. അതിലെ 160 സെക്ഷൻ 160 പ്രകാരം ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് വിളിച്ചു വരുത്താൻ പാടില്ല. ആ കുട്ടി എവിടെയാണോ താമസിക്കുന്നത്, അല്ലെങ്കിൽ ആ കുട്ടി ആവശ്യപ്പെടുന്ന സ്ഥലത്ത് വെച്ച് പോലീസ് ഒന്ന് മൊഴിയെടുക്കണം. പോലീസുകാർ തീരെ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ നമുക്ക് അറിയേണ്ട പല അവകാശങ്ങളും നമുക്ക് ഒന്ന് അറിവില്ലായ്മ, രണ്ടാമത് അറിഞ്ഞാൽ പോലും ഇത്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, അപ്പൊ അറിഞ്ഞുകൂടാത്ത ജനങ്ങൾക്ക് അറിയില്ല, പോലീസ് അത് ചെയ്യുന്നില്ല. അപ്പൊ ആരാണ് ഇതിൽ ഇടപെടേണ്ടത്? കൃത്യമായിട്ട് അധികാര സ്ഥാനത്തുള്ള അപ്പുള്ള നമ്മുടെ ഈ ജനപ്രതിനിധികളല്ലേ, അല്ലെങ്കിൽ മന്ത്രിമാരല്ലേ? ഏറ്റവും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് അവരല്ലേ അത് നേതൃത്വം നൽകുന്നത്. DGP ലെവലിലുള്ള ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയാണ്. അവരറിയുന്നുണ്ടോ ഇവിടുത്തെ ഈ കേസുകളെ പറ്റി? പക്ഷേ ഇത്തരം കേസുകളെ പറ്റി നമ്മുടെ ആഭ്യന്തരമന്ത്രി ഈ തലത്തിലൊക്കെ ഇത്തരം സാറ് പറഞ്ഞ കണക്കുള്ള കേസുകളെ അവർ എത്രത്തോളം ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടെന്ന് സാർ സത്യമായിട്ടെന്ന് പറയാമോ? പക്ഷേ രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞാലല്ല, നമ്മൾ എല്ലാവരുടെയും ഏത് രാഷ്ട്രീയവും വെച്ചിട്ട് തന്നെ പറയുകയാണെങ്കിൽ, രാഷ്ട്രീയത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്കൊരു റോൾ മോഡൽ ആവേണ്ട രാഷ്ട്രീയക്കാരാണ് പലപ്പോഴും പല കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. പല കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ തന്നെ നേരിട്ട് കണ്ടു, നിയമസഭയിൽ അക്രമങ്ങൾ നടത്തി, നമ്മളെല്ലാവരും TV യിൽ കണ്ടാണ്. പക്ഷെ ചെയ്തിട്ടില്ല എന്ന് അവർ പറയുന്നത്. അപ്പൊ ഈ റോൾ മോഡൽ ആവേണ്ട രാഷ്ട്രീയക്കാരനെ കുറ്റങ്ങൾ നിഷേധിക്കുകയും അതുപോലെ ഈ ഇരകൾക്കോ അതിജീവിതർക്കോ സഹായം നൽകാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയാനകമാണ്. അത് ഭീതി ഉളവാക്കുന്നതാണ്. അപ്പൊ നമുക്കതനുസരിച്ച് നമുക്കൊരു ജനകീയ കൂട്ടായ്മ വേണം. ഈ ഇങ്ങനെ ആൾക്കാരെ അവരെ ഹെൽപ്പ് ചെയ്യാനും സഹായിക്കാനും അവരുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഒരു ജനകീയ കൂട്ടായ്മ. ഇതിൽ രാഷ്ട്രീയക്കാരെ നമ്മൾ ആശ്രയിച്ചാൽ പലപ്പോഴും അത് നടക്കില്ല. ഞാൻ പറഞ്ഞു വന്നത് അതാണ്, നമ്മുടെ ഭരിക്കാൻ ചുമതല ഏൽപ്പിച്ച ആളുകള് നമുക്ക് യഥാർത്ഥമായ നീതി നൽകുന്നതിന് കൂട്ടുനിൽക്കുന്നില്ല, അവരതിന് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഒരു സത്യമാണ് ഞാൻ എന്നെ പോലൊരു മനസ്സിലാക്കി. ഇപ്പൊ അങ്ങേ പോലുള്ള സംഘടനകൾ നിങ്ങൾ ആ സംഘടനകൾ ചെയ്യുന്ന ദൗത്യങ്ങൾ വളരെ വലുതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. സംശയമൊന്നുമില്ല. അത്തരം സംഘടനകളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില വ്യക്തികളാണ് ഇതുപോലുള്ള ചില കേസുകളെങ്കിലും ഇവിടെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ട് വന്നത്, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടിപ്പിച്ചത്, ഒരുപാട് പേരെ ശിക്ഷിച്ചത്. അങ്ങനെയുണ്ട്. ഇതിലൊരു പ്രധാനമായിട്ട് നോക്കുന്നത് പലപ്പോഴും സർക്കാരിന്റെ ഭാഗത്ത്, അതിപ്പോ ഏത് സർക്കാർ ഭരിച്ചാലും ശരി, ഈ കേസുകളിലെ ക്രിമിനൽ കേസുകളെ സംബന്ധിച്ചോളം ഒരു മാസ്റ്റർ ക്ലയന്റ് എന്ന് പറയുന്നത് സർക്കാരാണ്, സ്റ്റേറ്റ് ആണ്. ഇതിൽ പക്ഷെ അത് കാരണമാണ് സ്റ്റേറ്റിലൊരു പ്രോസിക്യൂട്ടർ, ഒരു ക്രിമിനൽ കേസുകളെ ഓരോ ക്രിമിനൽ കേസുകളും സമൂഹത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ ഒരു സിവിൽ കേസ്, അതായത് വസ്തുവിനെ കുറിച്ചോ അതിർത്തി തർക്കോ, അതെല്ലാം 2 വ്യക്തികൾ തമ്മിലുള്ള കേസാണ്. പക്ഷെ ഓരോ ക്രിമിനൽ കേസുകളും സമൂഹത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രോസിക്യൂട്ടറിനെ സർക്കാർ ശമ്പളം കൊടുത്ത് ഒരു പ്രോസിക്യൂട്ടറെ അപ്പോയിന്റ് ചെയ്യുന്നത്. സിവിൽ കേസിൽ നിങ്ങൾക്കൊരു വക്കീലിനെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ചെലവാക്കി വെക്കണം. അപ്പൊ ഇതിലെല്ലാത്തിലും മാസ്റ്റർ ക്ലയന്റ് അല്ലെങ്കിൽ പറയുന്നത് സർക്കാരാണ്. അതിന്റെ നല്ല വശമാണ് ആ കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെടുന്ന ഒരു അതിജീവിതയ്ക്കോ വിക്ടിമിന് ഇരയ്ക്കോ ഒരിക്കലും സ്വന്തമായിട്ട് ഒരു വക്കീലിനെ വെക്കേണ്ട ആവശ്യമില്ല. അവർ കേസ് നടത്താൻ ഒരു പ്രോസിക്യൂട്ടർ ഉണ്ടാവും. പക്ഷെ അതിന്റെ വേറൊരു വശം എന്ന് പറഞ്ഞാൽ ഈ കേസുകൾ പിൻവലിക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട്. ഏത് കേസുകൾ പിൻവലിക്കണം. അപ്പൊ നമ്മളെ അടിച്ച ഒരു കേസ്, നമ്മുടെ വീട്ടിൽ കയറി ഒരു സ്ത്രീയോട് മോശമായ പെരുമാറിയ കേസുകൾ പിൻവലിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. അപ്പൊ ക്രിമിനൽ നടപടി നിയമത്തിലെ 321 വകുപ്പ് പ്രകാരം പല കേസുകളും സർക്കാർ APP വന്ന് കോടതിയിൽ പറയാണ്, സർക്കാരിന്റെ നിയമം സർക്കാർ എനിക്ക് ഓർഡർ തന്നിട്ട് പിൻവലിക്കുക. അതേസമയത്ത് പ്രതിഭാഗം അഭിഭാഷക കയ്യിൽ ഇത് 3-4 വർഷമായിട്ട് കേസ് നടത്തി ദിവസവും അയാൾ നോക്കുന്ന ഫയലുകളാണ്. അപ്പൊ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രോസിക്യൂട്ടർമാർക്ക് ഇടപെടലുകളില്ല. മറ്റ് വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിൽ, അതുപോലെ സൗത്ത് ഏഷ്യൻ കൺട്രീസിൽ, ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ, എല്ലാ രാജ്യങ്ങളിലും, കൂടുതൽ രാജ്യങ്ങളിലും പോലീസിന്റെ ജോലി കളക്ഷൻ ഓഫ് എവിഡൻസ് മാത്രമാണ്. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളത് ക്രിമിനൽ നടപടി നിയമത്തിലും അത് നിർവഹിച്ചിരിക്കുന്ന എവിഡൻസ് കളക്ട് ചെയ്യാന്നുള്ള ജോലിയാണ്. ഈ പോലീസ് കളക്ട് ചെയ്ത എവിഡൻസുകളൊക്കെ വിദേശ രാജ്യങ്ങൾ നേരിട്ട് പ്രോസിക്യൂട്ടർമാരുടെ ടേബിളിലേക്കാണ് കൊണ്ടുവരുന്നത്.
ഈ പ്രോസിക്യൂട്ടർമാർ ഇതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞ് ഇതിൽ ഏതൊക്കെ ചാർജ് കോടതിയിൽ കൊടുക്കാൻ പറ്റുമെന്ന് പോലീസ് പ്രോസിക്യൂട്ടർ തീരുമാനിക്കും. ആ കൊടുക്കാൻ പറ്റുന്ന ചാർജുകളെല്ലാം വെച്ച് പ്രോസിക്യൂട്ടർമാരാണ് കുറ്റപത്രം നൽകിയിട്ട് കോടതിയിൽ കൊടുക്കുന്നത്. ഇനി ഏതെങ്കിലും കേസുകൾ ചാർജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വീണ്ടും എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ട് തിരിച്ചയക്കുകയാണ് പോലീസിനടുത്ത്. പോലീസിന് എവിഡൻസ് കളക്ട് ചെയ്ത് വരികയാണെങ്കിൽ അവർ കോടതിയിൽ കുറ്റപത്രം കൊടുക്കും. കളക്ട് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ആ കേസ് കളയും. അപ്പൊ അതുകൊണ്ടാണ് ഏകദേശം 90 to 97% കൺവിക്ഷനാണ് വിദേശ രാജ്യങ്ങളിൽ. പക്ഷെ ഇന്ത്യയിലെ കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ 30 to 40%. ഈ 30 to 40% അടക്കം നമ്മൾ കോടതിയിൽ പോയി തലയിൽ ഹെൽമെറ്റ് ഇല്ലാതെ വെച്ചു, അല്ലെങ്കിൽ സൈക്കിളിൽ ട്രിബിൾസ് വെച്ചു, അങ്ങനെയുള്ള പ്ലീഡിംഗ് ഗിൽറ്റി കുറ്റം അവിടെ പോയി കുറ്റം സംബന്ധിച്ച് പിഴ അടയ്ക്കുന്ന കേസുകൾ അടക്കമാണ് 30-40% കേസുകൾ. യഥാർത്ഥത്തിൽ പോലീസ് ഫയൽ ചെയ്യുന്ന 100 കേസുകൾ ഫയൽ ചെയ്താൽ യഥാർത്ഥത്തിൽ കേസ് നടത്തി പ്രതികളെ ശിക്ഷിക്കുന്നത് 3-4 കേസുകളിലാണ്.